അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാഷണൽ തെരഞ്ഞെടുപ്പ്, ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ അതേപ്പറ്റി ഔദ്യോഗികമായ വിലയിരുത്തലൊന്നും വന്നിട്ടില്ല. ടൈം എടുക്കുമായിരിക്കും. പക്ഷെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുകയല്ലേ ഉണ്ടായത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കാര്യമായി കുറയുകയും അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർലമെൻറ്റ് നിലവിൽ വരികയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 240 സീറ്റാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ ഡി എക്കല്ല, BJP. എൻ ഡി എക്ക് മൊത്തത്തിൽ 292, 293 മറ്റുമാണുള്ളത്. 50 സീറ്റിന് താഴെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് 99ഓളം സീറ്റായി. ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ 230-ലേറെ സീറ്റ് കിട്ടി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അധികാരത്തിലെത്തുമെന്നും BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് അവരുടെ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അധികാരത്തിൽ നിന്നും കുറച്ച് താഴെയായി പോയവർ. ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമല്ല, 400-ലേറെ സീറ്റ് ഉണ്ടാവും. 400 സീറ്റ് കടക്കുമെന്ന് തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ വളരെ താഴെയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നത്തെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നവർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള മുൻകൈ എടുക്കാമെന്നുള്ള ഒരു നിലയാണ് നമുക്കുള്ളത്. പക്ഷേ എത്ര ശതമാനം ജനങ്ങൾ വോട്ട് കിട്ടിയെന്നുള്ളത് നിലവിലുള്ള ഇന്ത്യൻ ഡെമോക്രസിയിൽ ഒരു ചിന്താ വിഷയമല്ല. അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുമെങ്കിലും വോട്ട് കുറഞ്ഞതുകൊണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയാലും വോട്ട് കുറഞ്ഞാൽ 50% വോട്ട് കിട്ടിയില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെയില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്. 50% വോട്ടാകുന്നിടം വരെ അവർ ഇലക്ഷൻ രണ്ടാമതും മൂന്നാമതും നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അതില്ല. അതുപോലെ തന്നെ ഒരു പാർട്ടിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുന്നു അത്രയും ശതമാനം സീറ്റേ ആ നിയമനിർമ്മാണ സഭയിലുണ്ടാവും. അങ്ങനെയുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇവിടെയില്ല. അപ്പോൾ തൊട്ട് താഴെയുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഏറ്റവും മുകളിലുള്ള സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഒരു വോട്ട് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ ആയിട്ടും ഭൂരിപക്ഷം വളരെയധികമില്ല, വളരെ വിഷമിക്കുന്നു. NDAക്ക് BJPക്ക് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് അവർക്കൊരു സന്തോഷകരമായ ഭൂരിപക്ഷമൊന്നുമില്ല. കഴിഞ്ഞ തവണ 300-ന് മുകളിൽ സീറ്റ് BJPക്ക് കിട്ടിയപ്പോഴും NDAക്ക് കിട്ടിയപ്പോഴും വോട്ടിന് ശതമാനം 37%. പക്ഷേ ഇപ്പോൾ സീറ്റ് 300-ന് താഴെ വന്നു. BJPക്ക് 240 ഉള്ളെങ്കിൽ പോലും വോട്ടിന് ശതമാനം 40 അതിനപ്പുറത്തോ വന്നു. ആ വ്യത്യാസം കണ്ടു. പക്ഷെ 50% ഇപ്പോഴും ഇല്ല. കോൺഗ്രസ്സിന് 25% താഴെയാണ്. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശരിക്കും രാഷ്ട്രീയ ചിന്തകന്മാരും രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നവരും ജനാധിപത്യം വികസനമാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ചർച്ച ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിക്കും ഇന്ന് വരെ 50% കിട്ടിയിട്ടില്ല. എല്ലാവരും നെഹ്റുവിൻ്റെ കാര്യം, നെഹ്റുവിന് 50% കിട്ടിയിട്ടില്ല, ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല, മോഡിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നേ വരെ ഇന്ത്യ ഭരിച്ചത്. ഭൂരിപക്ഷ വോട്ടർമാർ പല പാർട്ടികൾക്കായി വോട്ട് മാറ്റിക്കൊടുക്കുന്നതുകൊണ്ടാണ് 50% ഇല്ലാത്തൊരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത്. അതൊരു പരിപക്വമായ ജനാധിപത്യമല്ല, അതൊരു അവസരവാദ ജനാധിപത്യം. കാരണം കിട്ടിയതിൽ ഭേദം. അപ്പോൾ ഈ 50% മാർക്ക് കടക്കാത്ത ആരും ഇന്ത്യയിൽ അധികാരത്തിൽ വരരുത്
എന്നൊരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ആരും ആവശ്യപ്പെടുന്നില്ല. അതിനുവേണ്ടി ഒരു പ്രക്ഷോഭണമില്ല. ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിക്കോ 50% വോട്ട് കിട്ടണം. ഇത്തരത്തിലുള്ള വളരെ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെ 10-26 വർഷം കഴിഞ്ഞു പോയപ്പോൾ ജനാധിപത്യത്തെ കുറേ കൂടി വികസനമാക്കാനും അധികാരത്തിൽ വരുന്നവർ ബഹുഭൂരിപക്ഷം സീറ്റുകളുടെ ഉടമസ്ഥരായാൽ പോരാ, ഭൂരിപക്ഷം വോട്ടുകളുടെ ഉടമസ്ഥരാവണമെന്നുള്ള, ഇപ്പോൾ പാശ്ചാത്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സമ്പ്രദായമുണ്ട്. അവരുടെ പ്രസിഡന്റ് ഇലക്ഷനിൽ 51% വോട്ട് കിട്ടാതെ പ്രസിഡന്റ് ജയിക്കില്ല. അതായത് ഒന്നും രണ്ടും റൗണ്ടോടെ ചിലപ്പോൾ ഇലക്ഷൻ നടക്കും. രണ്ടാം റൗണ്ടിലൊക്കെയാണ്. അപ്പോൾ ചില കാൻഡിഡേറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് പോകും. അവരുടെ വോട്ട് പിന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പ്രധാന പാർട്ടിക്ക് കിട്ടിയിട്ടാണ് അവർ 50% നേടുന്നത്. 50+ വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് സാങ്കേതികമായി 273 സീറ്റിലേറെ NDAക്ക് ഉണ്ടെങ്കിലും 50% വളരെ താഴെയുള്ള BJP അധികാരത്തിൽ എത്തിയതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു മനസ്സമാധാനമൊന്നും ഉണ്ടാവാനിടയില്ല. ഇന്ത്യ മുന്നണിക്ക് എന്താ സാധ്യത? ഇന്ത്യ മുന്നണി അതിനേക്കാൾ എത്രയോ 25% താഴെയാണ്. അത് 50% എത്തണമെങ്കിൽ ഇന്നുള്ളതിന് ഇരട്ടി വോട്ട് കിട്ടണ്ടേ? എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒന്നാമതായി അവർക്ക് പുരോഗതി ഉണ്ടായെന്നുള്ള വസ്തുത തന്നെയാണ്. കോൺഗ്രസിനെ ആശ്വസിക്കാം. 40 സീറ്റുള്ളവർക്ക് തന്നെ 99 ആയില്ലേ? ചെറിയ കാര്യമല്ലല്ലോ. ആയി, ആശ്വസിക്കാം. അവരാണ് മുന്നോട്ട് വന്നത്. പക്ഷെ മുന്നോട്ട് വന്നപ്പോൾ 100 സീറ്റ് ആയില്ല. ഒരു സീറ്റ് അപ്പോഴും കുറവ്. 5-1 സീറ്റിന് താഴെയുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന് എത്രമാത്രം സഞ്ചരിച്ചാലാണ് ആ 273 സ്ഥലത്തെത്തുക? ഇനി അവിടെ കൂട്ടുകാരോട് ചേർന്നാലും എത്തത്തില്ല. അപ്പം വാസ്തവത്തിൽ ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഭരിക്കണം, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നുള്ള കേവലമായ അധികാര ചിന്തയ്ക്കപ്പുറം ഇന്ത്യയുടെ ജനാധിപത്യത്തെ വികസിപ്പിക്കാനും ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണയുള്ള പ്രസ്ഥാനമാണെന്ന് വരുത്താനും ആ റിയാലിറ്റിക്ക് വേണ്ടി അവരാരും ഫൈറ്റ് ചെയ്യുന്നില്ല. മോഡി കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് 400-ലേറെ സീറ്റുകൾ കടക്കുമെന്നുള്ള തെറ്റായ വാഗ്ദാനം ഉന്നയിച്ചത് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പ്രതിപക്ഷമുള്ള ജാഗരൂകരായി. അയാൾക്കെതിരായിട്ട് കോൺഗ്രസ് ജാഗരൂകരായി. 400-ലേറെ സീറ്റ് കിടക്കുന്നത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? എന്താ ആവശ്യം? എന്താ അതിൻ്റെ ആവശ്യം? എന്താണെന്ന് പുള്ളി വിശദീകരിച്ചില്ല. ഭരണഘടന ഭേദഗതി ചെയ്യാൻ 400 സീറ്റ് വേണ്ട, 3-2 പോലെ. അതിന് 400 വേണ്ടല്ലോ. എന്തിനങ്ങനെ പറഞ്ഞു? അതൊരു ജനാധിപത്യത്തിലെ അഹങ്കാരമാണത്. എല്ലാറ്റിനും മീതെയാണ് ഞങ്ങളങ്ങ് മേളേറ്റം, എല്ലാ സീറ്റും ഞങ്ങൾ. അത് ജനാധിപത്യത്തിൽ ഏകാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ലേ? ഡെമോക്രസിയിലെ ഒരേകാധിപത്യം, അത് ശരിയാണോ? അതല്ലല്ലോ. ഇന്ത്യയിലെ ഒരു ജനാധിപത്യത്തെ പറ്റി ലെൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തുകൊണ്ട് ധാരാളമായി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടാകുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ചിന്തകളുണ്ടോ അതിൻ്റെ എല്ലാം പേരിൽ ഓരോ പാർട്ടി ഉണ്ടാവും. ഒരു പാർട്ടിയുടെ പുറകിലൊരു പ്രത്യയശാസ്ത്രമാണ്. ഇപ്പോൾ വലതുപക്ഷം ഇടതുപക്ഷവും നമ്മൾ മൊത്തത്തിൽ അങ്ങ് വിഭജിക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ്. കോൺഗ്രസ്, BJP, ജനതാദളൊക്കെ വലതുപക്ഷമാണ്. ശാസ്ത്രീയ സോഷ്യലിസ്റ്റുകാരല്ല അവരെല്ലാം വലതുപക്ഷക്കാർ. ഈ പ്രാദേശിക പാർട്ടികളായ തെലുങ്കുദേശം, അതുപോലെ തന്നെ ഈ പറയുന്ന മമതാ ബാനർജി, DMK എല്ലാം വലതുപക്ഷ പാർട്ടികൾ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ CPM, CPI, RSP, പണ്ട് ഇവിടെ പെസൻ്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി എന്നൊരു പാർട്ടി മഹാരാഷ്ട്രയാണ്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവരുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പാർട്ടികളേ ഉള്ളൂ. ഇടതുപക്ഷം വലതുപക്ഷം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും വലതുപക്ഷ വോട്ടർമാർ. മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 90%-ലേറെയും. ഇടതുപക്ഷത്തിനെല്ലാം കൂടി 10% ഇല്ലല്ലോ. ഇപ്പം 90%-ലേറെയും വലതുപക്ഷ വോട്ടർമാരാണ്. അതിൽ എക്സ്ട്രീം റൈറ്റിസ്റ്റും അതുപോലെ സെൻട്രിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാം വലതുപക്ഷമാണ്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. വലതുപക്ഷത്തിൽ തന്നെ നിരവധി ഐഡിയോളജികൾ, കോൺഗ്രസിൻ്റെ ഐഡിയോളജി, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഐഡിയോളജി, അതുപോലെ തന്നെ DMKയുടെ ഐഡിയോളജി, തീവ്ര വലതുപക്ഷമായിട്ടുള്ള BJPയുടെ ഐഡിയോളജി, ഇതെല്ലാം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും പാർട്ടികൾ വരുന്ന ഇതുകൊണ്ടാണ്. പക്ഷെ മെയിനായിട്ട് ഇതാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലതുപക്ഷവൽക്കരണം ശക്തിപ്പെട്ടിരിക്കുകയാണ്. ബംഗാൾ, ത്രിപുരയുടെ ക്ഷീണം ഉണ്ടായതോടുകൂടി ഏതാണ്ട് 12% വരെ നാഷണൽ പൊളിറ്റിക്സിൽ വോട്ടിൽ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഇടതുപക്ഷക്കാർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷത്തിന് അതൊരു 5%-ഒക്കെ അടുത്ത് താഴെയല്ലേ നിൽക്കുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വലതുപക്ഷം ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അതിനെ മുതലെടുക്കുന്നത് ബി ജെ പിയാണ്. അതിനെ ബി ജെ പി മുതലെടുക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് അവർ വോട്ട് അങ്ങോട്ട് പിടിക്കുകയാണ്. അത് കുറേയൊക്കെ റെസിസ്റ്റ് ചെയ്ത് ഇപ്പോഴാണ്. മറ്റൊന്ന് ബി ജെ പിയുടെ സീറ്റ് കുറഞ്ഞു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതെല്ലാം തന്നെ ജനാധിപത്യത്തിന് നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാലും ബി ജെ പി രാജ്യമാകെ പടരുന്നതാണ് നമ്മൾ കണ്ടത്. ഹിന്ദി മേഖലയിൽ മാത്രമല്ല, കേരളത്തിനൊരു സീറ്റ് വാങ്ങിയില്ലേ, തമിഴ്നാട്ടിൽ വോട്ടിംഗ് ഷെയർ കൂട്ടിയില്ലേ, കൂട്ടിയുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിലും കർണാടകത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്കാണ്. കൂടെ ജനതാദളുമുണ്ട്, അവർക്ക് ഒന്നൊന്നോ സീറ്റ്. തെലങ്കാനയിൽ അവർക്ക് നിരവധി സീറ്റ് കിട്ടി. ആന്ധ്രയിൽ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടി. ഗുജറാത്തിൽ 1 മുഴുവൻ കിട്ടി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണിയേക്കാൾ സീറ്റ് കുറവാണെങ്കിൽ കുറേ സീറ്റ് അവിടെയും പിടിച്ചിട്ടുണ്ടല്ലോ, സാന്നിധ്യം ഉണ്ടല്ലോ അവിടെ. പിന്നെ ഗുജറാത്തിൽ 1 കിട്ടി. രാജസ്ഥാനിൽ ഏതാനും സീറ്റ് കോൺഗ്രസിന് പോയാലും അവർ തന്നെ മെജോറിറ്റി. മധ്യപ്രദേശിൽ അവരെ എല്ലാ സീറ്റും പോലെ 1 അതും കിട്ടി. ഡൽഹിയിലെ 7 സീറ്റും അവർ ജയിച്ചു. ഹരിയാനയിൽ അവർക്ക് 3-4 സീറ്റ് കിട്ടി. പഞ്ചാബിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ജമ്മു കാശ്മീർ പോലും 2 സീറ്റ് കിട്ടി. ബീഹാറിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി. കൂടെ നിതീഷ് കുമാറുമുണ്ട്. ഹിമാചൽ പ്രദേശ് കിട്ടി, അരുണാചൽ പ്രദേശ് കിട്ടി. ബംഗാളിൽ 10-12 സീറ്റ് കിട്ടിയില്ലേ. കർണാടകത്തിൽ കിട്ടി, ആസാമിൽ കിട്ടി. അല്ല, ഞാൻ പറഞ്ഞ ആ പോയിൻ്റല്ല, രാജ്യമാകെ വ്യാപിച്ചു അവർ. അപ്പോൾ അവിടെ 23-25 സ്റ്റേറ്റിൽ നിന്ന് മന്ത്രിമാരെ എടുത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും ആര് വ്യാപിച്ചു? ബി ജെ പി വ്യാപിച്ചു എന്നുള്ളത് ബി ജെ പിയെ പ്രത്യയശാസ്ത്രമായി എതിർക്കുന്നവർക്ക് ആശ്വാസമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് കണ്ടുകൊള്ളണം. അവർ വ്യാപിക്കുക ഉണ്ടായത്. അവരുടെ വ്യാപ്തി കൂടി ഡെൻസിറ്റി ആവും, അതായത് ആഴം കുറഞ്ഞു, സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ആഴം കുറഞ്ഞു. അപ്പോൾ നാളെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവരെ തടയാനും പരിവർത്തനപരവും പുരോഗമനപരവുമായിട്ടുള്ള ആശയങ്ങളിലൊക്കെ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവരാനും അതിന് പറ്റിയ തരത്തിലാണോ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതല്ലോ? പറ്റിയ തരത്തിലല്ലോ പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവിന് സീരിയസ്നെസ് ഉണ്ടോ? ഇല്ല. കെ സി വേണുഗോപാൽ ദേശീയ നേതാവായ ശേഷം അദ്ദേഹം കാരണമാണെന്നാണ് പറയാൻ പറ്റുന്നത്. എന്തായാലും കോൺഗ്രസ് മുന്നോട്ടല്ലേ വന്നു. അപ്പോൾ കെ സി വേണുഗോപാൽ ദേശീയ നേതാവായാൽ കോൺഗ്രസ് ക്ഷീണിച്ചു പോകുമെന്ന് വെറുതെ നമ്മളെന്തിനാ പറയുന്നത്? നമ്മൾക്ക് ആരോടെയും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. പേഴ്സണലായി നമ്മൾ വസ്തുതകൾ നോക്കി PMS ഒക്കെ ചെയ്ത പോലെ PMS ഒക്കെ വസ്തുതകളെ വിശകലനം ചെയ്യും. വസ്തുതകളെ മാത്രമേ വിശകലനം ചെയ്യൂ. വസ്തുതകളില്ലാത്ത ഒരു കാര്യത്തെ ആശ്രയിക്കത്തില്ല. അതുകൊണ്ട് പരാജയപ്പെടുന്ന കാലത്തും ജയിക്കുന്ന കാലത്തും പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും. കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്നൊരു നേതാവ് വളർന്ന് നാഷണൽ ലെവലിലായി. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ, അദ്ദേഹം പ്രവർത്തിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അവരുടെ സീറ്റ് പ്രവർത്തിക്കുന്ന കാലത്ത് അവരുടെ സീറ്റ് ഇപ്പോൾ കൂടി. അതൊക്കെ വസ്തുതയാണ്. ക്ഷീണമുണ്ടായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതല്ല പ്രശ്നം. കെ സി വേണുഗോപാൽ അവിടെയുണ്ട്. ഏതായാലും ഒരു മലയാളിയല്ലേ, ഒരു കേരളീയനല്ലേ. അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞായിട്ടറിഞ്ഞ് ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധമൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ പ്രധാന വിരോധികളായി കാണുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണട്ടെ. കേരളം ഒഴിച്ച് എല്ലായിടത്തും ഒരുമിച്ചല്ലേ പ്രവർത്തിച്ചത്? കേരളം ഒഴിച്ച് എല്ലായിടത്തും ഒരുമിച്ചല്ലേ? ഞങ്ങളുടെ 12,000-ലേറെ സഖാക്കളെയാണ് അർത്ഥ ഫാസിസ്റ്റ് വാഴ്ചക്കാലത്ത് ബംഗാളിൽ കൊന്നത് CPM-ൻ്റെ 2000-ലേറെ. അതായത് 1971 മുതൽ 79 വരെയുള്ള കാലത്തെയാണ് അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച എന്ന് പറയുന്നത്. 73 മുതൽ 80 വരെ. ആ കാലത്ത് 2000-ലേറെ സഖാക്കളെയാണ് കോൺഗ്രസ് കൊന്നത്. അവരുടെ തീവ്രവാദ വിദ്യാർത്ഥി സംഘടനയായ ചാർട്ടർ പരിഷത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ കോൺഗ്രസും നമ്മളും കൂടി കൈകോർത്ത് പിടിച്ചിരിക്കുകയല്ലേ. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒറ്റയ്ക്ക് നിന്ന കാലത്തെ വോട്ടില്ല. ഒറ്റയ്ക്ക് നിന്ന കാലത്തെ വോട്ടിൽ 2 കൂട്ടർക്ക് ഇപ്പോൾ അവിടെ. കോൺഗ്രസിന് 1 സീറ്റ് കിട്ടി, നമുക്കതുമില്ല, കഴിഞ്ഞ അവിടെയില്ല. അപ്പോൾ അവിടെ ഗുണമുണ്ടായില്ല. ത്രിപുര 60 സീറ്റിൽ 56 ഇടതുപക്ഷമായിരുന്നു. അവിടെ 2 പാർലമെൻറ്റ് 52 ഒന്നാമത്തെ ഇലക്ഷൻ മുതൽ, ഒന്നാമത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ മുതൽ 10 വർഷം മുമ്പ് വരെയുള്ള മുഴുവൻ പാർലമെൻറ്റ് ഇലക്ഷനിലും അവിടെയുള്ള 2 സീറ്റിൽ ആദ്യം അവ്യക്ത പാർട്ടിക്കും പിന്നെ CPM-നും ആയിരുന്നല്ലോ. ഇപ്പോൾ 2ഉം BJP ജയിച്ചിരിക്കുകയല്ലേ. കഴിഞ്ഞ തവണ ഇത്തവണയും ജയിച്ച ആ 2 സ്റ്റേറ്റ് പോയെന്ന് പറയുമ്പോൾ എത്ര % വോട്ടാണ് പോയത്? പാർലമെൻറ്റിൽ എത്ര സീറ്റാണ് പോയത് നോക്കൂ. ഒരാശ്വാസമാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ നമ്മുടെ ഒരു പഴയ കേന്ദ്രം, അവിടെ സീറ്റ് കിട്ടി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായി കാണണം. നമ്മൾ കണ്ണടച്ചുകൊണ്ട് വസ്തുതാപരമായി കാണണം. നമുക്കിങ്ങനെയൊന്നും പോരാ.
നമ്മുടെ ശക്തികൾ മുഴുവൻ സമാഹരിക്കണം. നമ്മൾ അല്ല, ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്ന സ്ഥിതി ഒന്നും ഇപ്പോൾ ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ അത് വന്നേനില്ല, ഒന്നും വന്നില്ല. അതല്ലല്ലോ പ്രധാന പ്രശ്നം. ദേശീയ പദവി നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമുക്കുള്ള സ്വാധീനം മുഴുവൻ നമ്മൾ സ്വരൂപിച്ചാൽ ദേശീയ സ്വാധീന പദവി എന്തിനാണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വളരെ സ്വതന്ത്രമായും നിർഭയമായും വസ്തുതാപരമായും നമ്മൾ ചർച്ച ചെയ്യും. നല്ല വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കുക. ആരുന്നയിച്ചാലും സ്വീകരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ കണ്ണടച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഇപ്പം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ റോഡ് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിന് ഐഡിയോളജി ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ വലതുപക്ഷ ഇടതുപക്ഷം പറഞ്ഞാൽ ഐഡിയോളജി നോക്കിയാൽ റൈറ്റിസ്റ്റ് ഐഡിയോളജിക്ക് ബദലായി ഇവിടെ മാർക്സിസ്റ്റ് ഐഡിയോളജിയേ ഉള്ളൂ. റൈറ്റിസ്റ്റ് മൂർഷ ഐഡിയോളജിക്ക് ബദലായി ഇന്ത്യയിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയേ ഉള്ളൂ. ആ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി മാർക്സിസ്റ്റ് ഐഡിയോളജിക്ക് ബഹുജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിരുന്ന ഒരു പിന്തുണ ത്രിപുരയും ബംഗാളും കുറച്ച് വ്യത്യാസം വന്നപ്പോൾ കുറഞ്ഞു. പക്ഷേ ഐഡിയോളജിക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല, അത് അതേ ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് ആ പിന്തുണ തിരിച്ചു കൊണ്ടുവരണം. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം. ബംഗാളിലൊക്കെ പുതിയ ഒരുപാട് കാൻഡിഡേറ്റ്സ് വന്നു. അവരുടെ സമ്മേളനങ്ങളിലൊക്കെ ഒരുപാട് റാലികൾക്ക് ഒരുപാട് ആളുകൾ കൂടി, നല്ല കാര്യമല്ലേ. അത് എല്ലാം വോട്ടാക്കാൻ പറ്റില്ല. എന്തായാലും അവിടെ ഒരു ഉത്സാഹമായിട്ടാണ് പത്രവാർത്തകൾ ഞാൻ വായിച്ചു പോകാം. സന്തോഷത്തെ അഖിലേന്ത്യാക്കാൻ പറ്റുള്ളപ്പോൾ പോയിട്ടുണ്ട്. ഇത്രമാത്രം ധൈര്യവും പ്രത്യയശാസ്ത്രബോധവുമുള്ള ഒരു വിഭാഗം ഇന്ത്യയിൽ, പിന്നെ കേരളം മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജനങ്ങളായിരുന്നു അവിടെ കുറേ ജനങ്ങൾ നമ്മളെ വിട്ടുപോയി. അതിനവിടെ കാരണമുണ്ടാകും. അവിടെ അന്വേഷിച്ച് അവർ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണ്. അവർ ചർച്ച ചെയ്ത്, പക്ഷേ പരിഹാരം പൂർണ്ണമായിട്ടുണ്ടായില്ല. കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും സീറ്റുകളുടെ കാര്യത്തിലൊന്നും വന്ന അസംബ്ലിയിലുമില്ല, പാർലമെൻറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. അതുകൊണ്ട് നരേന്ദ്രമോദി ശക്തനായൊരു ഭരണാധികാരി, ആർക്കും ഒരു സംശയമില്ല. ശക്തനായൊരു വലതുപക്ഷ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ക്യാബിനറ്റിൽ നല്ലൊരു ടീമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇപ്പോഴും അവരെ മിക്കവാറും റീറ്റെയിൻ ചെയ്ത് പുതിയ ആളെ എടുത്തു. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് ക്യാബിനറ്റുകളിൽ നിന്നും കുറച്ച് കാര്യമായ വ്യത്യാസമുണ്ട്. ഒന്നാമത് പുഴുത്തുനാറി അഴിമതി ആരോപണത്തിന് വിധേയരായ മന്ത്രിമാർ കുറവാണ്. പണ്ട് എന്ത് അഴിമതി ആരോപണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ത് അഴിമതി ആരോപണം? 7 ലക്ഷം കോടി രൂപയുടെ അഴിമതി കോൺഗ്രസ് കാണിച്ചെന്നായിരുന്നു 2004 അധികാരത്തിൽ കയറിയ ശേഷം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെ പറ്റി ഞങ്ങൾ CPM പ്രവർത്തകർ ഞങ്ങളിവിടെ നടത്തിയ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കർക്കരി കുംഭകോണം, റെയിൽവേ കുംഭകോണം, എന്തെല്ലാം കുംഭകോണമായിരുന്നു അന്നുണ്ടായിരുന്നത്. അഴിമതി കാണിച്ച് വൃത്തികൾ കാണിക്കല്ലേ. താഴെ വരെ അഴിമതി വരും, അവിടെ അന്യായി. അതാണ് അവരുടെ ഒരു തകരാറ്. പക്ഷേ BJPയുടെ കേന്ദ്രത്തിലെ ഒരു നല്ല വിഭാഗം മന്ത്രിമാരെ പറ്റി അഴിമതി ആരോപണം എന്നുള്ളത് ആരും ഉന്നയിച്ചാൽ ഞാൻ കണ്ടില്ല. അപ്പോൾ അവരുടെ ഐഡിയോളജി റൈറ്റിസ്റ്റ് ആണെങ്കിലും അവരതിൽ തന്നെ സൂക്ഷ്മത കാണിക്കുന്നത്. ഞങ്ങളുടെ ഐഡിയോളജി ആരും അഴിമതികാരനെ അറ്റാക്ക് ചെയ്യാം. എന്നോട് അഴിമതി ഇല്ലെന്ന് അർത്ഥമില്ല. അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മന്ത്രിമാരെ പേഴ്സണലായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിർമ്മല സീതാരാമനെ പറ്റി വല്ല അഴിമതി നമ്മൾ കേട്ടു? നമ്മളൊന്നും കേട്ടില്ലല്ലോ. അല്ല, ഉദാഹരണം ഞാൻ പറയാം. ഗഡ്കരി വലിയ വകുപ്പുകളെ കൈകാര്യം ചെയ്യുന്നത്. അഴിമതിയൊന്നും പ്രത്യേകിച്ചൊന്നും ഉന്നയിക്കപ്പെടാൻ പറ്റില്ല. അവിടെ അഴിമതിയൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്നൊന്നും കരുതാൻ പറ്റാത്ത. കാരണം വലതുപക്ഷ അധികാരത്തിൽ എപ്പോഴും അഴിമതിയുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് കാലത്ത് അപ്പോൾ പൊട്ടി ഒഴുകുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവരുന്നയിക്കുന്ന ഇപ്പം ആരോപണങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് റിസൾട്ട് വന്നതേ ഉള്ളൂ. റിസൾട്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പാണ് ഈ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം സ്പെഷ്യലായിട്ട് വിളിച്ച് ഓഹരി രംഗത്തെ വലിയ അഴിമതി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണം ഉന്നയിച്ചല്ലോ. ഓഹരി വിപണിയിൽ മോഡിയും മറ്റേ ഷായും ഇടപെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മിണ്ടുന്നില്ല. അങ്ങനെ വലിയ ആരോപണം ഇന്ത്യയിൽ ആരും ഏറ്റുപിടിച്ചില്ല. പ്രതിപക്ഷം പോലും അത് ഏറ്റുപിടിച്ചില്ല. അതൊരു വാർത്തയായി പോയെന്നല്ലാതെ ആരും ഏറ്റുപിടിച്ചില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. അതിൽ തന്നെ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ സ്റ്റഡി ചെയ്ത്. ഇപ്പോൾ ഓഹരിയാണെങ്കിൽ ഓഹരി വിപണിയിലെ വില കൂടിക്കൊണ്ടേയിരിക്കുക. സർവ്വകാല റെക്കോർഡാണെന്നാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ച് വസ്തുതാപരമായി അവതരിപ്പിക്കുക. ഒരു ആരോപണം കിട്ടുന്ന അങ്ങനെ എറിയുക. അത് പക്വതയില്ലായ്മയാണ്, ദീർഘവീക്ഷണമില്ല. അതുകൊണ്ടൊന്നും. പക്ഷെ ഖാർഗെ അവിടെ പ്രസിഡൻ്റായത് നമുക്കൊരു അന്തസ്സാണ്. ഖാർഗയെ കണ്ടാൽ തന്നെ നമ്മുടെ പഴയ ജഗജീവൻ റാമിനെ നമുക്ക് ഓർമ്മ വരും. ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ജഗജീവൻ റാമെന്ന് വലിയൊരു നേതാവുണ്ടായിരുന്നു കോൺഗ്രസ്സാണ്. ബീഹാറിൽ നിന്ന് വരുന്നത് വലിയ നേതാവായിരുന്നു. നെഹ്റുവൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ തൊട്ടാളാണ് ആ ഒരു ആകാരവും ഒരു തൊപ്പിയും പക്വതയുള്ള സംസാരവും. ഖാർഗെ ആ പഴയ കോൺഗ്രസ് നേതൃത്വത്തിൽ അവശേഷിക്കുന്ന ഒരാളല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ലീഡേഴ്സ്
അല്ല അല്ല റെസ്പെക്റ്റബിലിറ്റി കിട്ടി ഖാർഗെക്ക്. പ്രധാനമന്ത്രി ആരാവും ഞങ്ങൾ പറയാൻ പറ്റും, കാരണം ഈ ഗവൺമെൻറ്റുകളെ പറ്റില്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ. പക്ഷെ ഉടൻ തന്നെ താഴെ വീഴും, ഉടൻ തന്നെ പൊളിഞ്ഞു വീഴും. ഇതൊക്കെ പറയേണ്ട കാര്യമില്ല, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. രാജ്യം ഇവിടെ നിലനിൽക്കണം. ആരിവിടെ ഭരിച്ചാലും രാജ്യത്ത് ജനങ്ങൾക്ക് സ്വൈര്യമായും സമാധാനമായും ജീവിക്കാൻ കഴിയണം. ഭക്ഷണം കിട്ടണം, തൊഴിൽ കിട്ടണം, നല്ല മരുന്ന് കിട്ടണം, സഞ്ചരിക്കാൻ സൗകര്യം ഉണ്ടാകണം, ഭീകരപ്രവർത്തനം കുറയണം. ഭീകരപ്രവർത്തനങ്ങളെ തടയുന്ന കാര്യത്തിൽ BJP വിജയിച്ചില്ല, ഇല്ല. ഈ കഴിഞ്ഞ 5 വർഷം എടുത്താലും ഇന്നലെ നടന്ന സംഭവം എടുത്താലും ഭീകരവാദികൾ ഒരുപാട് പേരെ കൊന്നിരിക്കുന്നു. 10 പേരാ തീർത്ഥാടകർ മരിച്ചത്, അല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ എന്തോ ഒരു വീഴ്ച ഉണ്ടല്ലോ. എന്താണ് കാരണം? പാകിസ്ഥാൻ ബേസ്ഡായ ഭീകരന്മാർ എന്തുകൊണ്ട് ഇങ്ങോട്ട് കയറി ഇങ്ങനെ കൂടെ നമ്മൾ ആളെ കൊല്ലുന്നു? എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ? ഭീകരപ്രവർത്തനം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ അവരുടെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ അവിടെ പിന്നെ ഭീകരപ്രവർത്തനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു എന്ന് അങ്ങനെ പറയാൻ പാടില്ല. എപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മളങ്ങനെ അറിയാൻ പറ്റും. കാരണം അതിർത്തി ഇങ്ങനെ കിടക്കുകയല്ലേ, നമ്മളവിടെ പോയിരിക്കുകയാണോ? അവിടെ പട്ടാളക്കാരെ എല്ലാവരും നിരത്തിയിട്ടുണ്ടെങ്കിലും ഇവർ ഭീകരന്മാർക്ക് നുഴഞ്ഞു കയറാൻ പ്രത്യേക സമയം വല്ലതും വേണം. അവിടെ ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ അതിനെ തടയുന്നത് ഒരു പാർട്ടിയുടെയോ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ജനങ്ങൾ മൊത്തത്തിൽ പിന്തുണ വേണം. സൈന്യവും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഇതാണെന്ന് ജാഗ്രത പാലിക്കണം. രാജ്യത്തിൻ്റെ മൊത്തം പിന്തുണ വേണം. അത്തരം കാര്യങ്ങളൊരു പാർട്ടിയുടെ പ്രശ്നമല്ല. കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിനൊരു സന്തോഷം ഇത്രയും പേര് മരിച്ചപ്പോൾ BJP 2 പറയാം. അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ അങ്ങനെയല്ല. സെക്യൂരിറ്റി ലാപ്സ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാണിക്കണം. പക്ഷേ ഈ കാര്യത്തിൽ ഭീകരവാദികളെ ശക്തമായി ഒറ്റക്കെട്ടായത് ഇങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങളുണ്ടായിരുന്നു പണ്ട്. ഇന്ത്യക്കാരെങ്കിലും 10 പേര് മരിക്കുമ്പോൾ ഭരണകക്ഷിയെ തോണ്ടാം എന്നുള്ള സന്തോഷമൊന്നും പണ്ടാർക്കുമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശത്തിൽ കുറഞ്ഞു വരികയാണ്. നയിക്കാൻ പറ്റിയ നേതാക്കന്മാരുടെ എണ്ണം ഇല്ലാതാവുന്നു, ചിലപ്പോൾ ഒട്ടും ഇല്ലാതാവുന്നു. നയിക്കാൻ പറ്റിയ നേതാക്കന്മാർ വേണം ഓരോ പാർട്ടിക്കും. നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ജനം അതിൻ്റെ പുറകെ നിൽക്കുകയുള്ളൂ. മനസ്സിലല്ലേ? ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാനതിൻ്റെ മലയാളം പറയാം. എന്താണെന്നറിയാമോ? 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത്. ഇങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്. 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത്. സത്യമല്ലേ? ലീഡർഷിപ്പ് ഒരു പ്രസ്ഥാനമുണ്ട്, ഏത് പാർട്ടിക്കും ഏതൊരു പ്രസ്ഥാനത്തിനും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ സ്വതന്ത്രവും നിർഭയവുമായി ചർച്ച ചെയ്യണം. അവനവൻ്റെ ഐഡിയോളജിയെ മുറുക്കെ പിടിച്ചുകൊണ്ട് അതിനെ വഞ്ചിക്കാതെ ആ ഐഡിയോളജി സർവ്വതല സ്പർശിയായി വ്യാപിക്കാൻ കഴിവുള്ള ഒന്നാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ മാർക്സിസ്റ്റ് ഐഡിയോളജി അങ്ങനെ ഉള്ളതാണ്. പക്ഷെ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അതിനെ അടവും തന്ത്രവും അടവും ഉണ്ട്. ഹ്രസ്വകാല ലക്ഷ്യമാണ് അടവ്, ദീർഘകാല ലക്ഷ്യമാണ് തന്ത്രം എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ചേർച്ചയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം. അതെല്ലാം ശരിക്കും മനസ്സിലാക്കി താത്വികമായി മനസ്സിലാക്കി പോക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല. അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു കപ്പാസിറ്റിയൊക്കെ ഉള്ള വലിയ നേതൃത്വങ്ങൾ രാജ്യത്തിൻ്റെ ഫലമായിട്ട് ഉയർന്നു വരും. അങ്ങനെ മാറ്റമുണ്ടാക്കാൻ പറ്റും. BJPക്ക് എന്തായാലും ഈ രാജ്യത്ത് ഒരു അധികാര കുത്തക അലംഘനീയമായ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള ബോധ്യമായി. ഉള്ള സീറ്റ് കുത്തനെ ഇടിക്കും. ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം അമിതമായ അഹങ്കാരവും അമിതാധികാര ബോധമൊക്കെ ഇല്ലാതാവും. നല്ല കാര്യമാണത്. പ്രതിപക്ഷ പാർട്ടികളത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായൊരു കാലമെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയല്ലേ. അതുപോലൊരു കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട ശേഷം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷമുണ്ട്. മറന്നുപോയല്ലോ അല്ലേ? നാവടക്കൂ പണിയെടുക്കുമെന്നല്ലേ പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യയാണ് ഇന്നല അല്ലേ? ഇന്ദിരാഗാന്ധിയുടേതെന്ന് പറയുന്ന ഇന്ത്യൻ ചരിത്രം തിരുത്തി എഴുതി ലോഹത്തേടുകളിൽ എഴുതി ഇന്നലെയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ് സ്ഥാപിക്കാൻ ആയിരക്കണക്കിന് അടി താഴെ മണ്ണിൽ കുഴിച്ചിട്ട് ഓർമ്മ എത്രമാത്രം വെട്ടിത്തരം കാണിച്ചില്ലേ അന്ന്. അത് എത്ര പേരെയാ കൊന്നത്? നിർബന്ധിത ബന്ധീകരണം ഡൽഹിയിൽ മറന്നുപോയതല്ല. എന്തെല്ലാം ചെയ്ത് എത്ര പേര് ജയിലിലടച്ചു. ഈ സംസാരിക്കാൻ ഞാനും
രാജ്യരക്ഷാ നിയമപ്രകാരം 6 മാസം ജയിലിൽ കിടന്നു. എൻ്റെ കൂടെ വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ പ്രകടനം നടത്തിയാണ് അടിയന്തരാവസ്ഥ രക്ഷപ്പെടേണ്ടത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 6-ാം ദിവസം ജൂലൈ 1-ാം തീയതി 1975. ജൂൺ 25 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ജൂലൈ 1-നാണ് SFIയുടെ അഖിലേന്ത്യാ പ്രകടനം. നാഷണൽ ലെവലിലുള്ള ഒരു കോള് നേരത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചത്. അത് ഞങ്ങൾ നടത്തിയവിടെ അടിയന്തരാവസ്ഥയായിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞങ്ങൾ ജാഥയായി പോയി എല്ലാവരും അറസ്റ്റ് ചെയ്ത് ഭീകരമായി വർദ്ധിച്ചു. ജയിലിലിട്ടു, സെൻട്രൽ ജയിലിലിട്ടു. പിന്നെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് സ്റ്റുഡൻസാണെന്നും പറഞ്ഞു വിടുകയായിരുന്നു. എൻ്റെ ഫൈനൽ ഇയർ LLB തുടങ്ങുന്ന ദിവസമാണ് ജൂലൈ 1. ഹോൾ ടിക്കറ്റിൻ്റെ പകലുണ്ടായിരുന്നു. ഞാൻ പരീക്ഷ കാലി പോകാൻ സമരത്തിനാണ് പോയത്. SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞങ്ങൾ. ഒരുപാട് ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ബേബിയൊക്കെ ഉണ്ടായിരുന്നു, വിജയകുമാർ ബേബിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ വന്ന് അനുഭവിച്ചതാണ്. കേരളത്തിൽ അതിലും അടിയന്തരാവസ്ഥയുടെ ഭീകരത ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു മറ്റു സ്ഥലങ്ങളിലൊക്കെ, വളരെ ഭീകരമായിരുന്നു. അത് കോൺഗ്രസ്സല്ലേ പ്രഖ്യാപിച്ചത്. അവർക്കപ്പോൾ എങ്ങനെ ഏകാധിപത്യത്തെ ഇത് തെറ്റായി പോയതുപോലെ പറഞ്ഞിട്ടില്ലല്ലോ. അടിയന്തരാവസ്ഥ തെറ്റായി പോയതുപോലെ ദേശീയ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി സ്റ്റൈലിലല്ലേ പ്രിയങ്ക ഗാന്ധി നടക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു മിനിയേച്ചറാകുന്ന മട്ടിലാണല്ലോ അവരുടെ ഒരു രൂപഭാവങ്ങളും ഒക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്ത് തിരുത്തിയെന്നാണ്. കോൺഗ്രസ് തിരുത്തണം, ഒരുപാട് തിരുത്തണം. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല, അത് പോരാ, തിരുത്തണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റായി എന്നവർ വർക്കിംഗ് കമ്മിറ്റി കൂടി പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ അവർക്ക് ക്രെഡിബിലിറ്റി കിട്ടും. അതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ സംശയത്തോടു കൂടിയാണ് അധികാരത്തിൽ കയറുന്നതിനെ സഹായിക്കുന്നത്. കൈയേക്ക് അല്ലെങ്കിൽ ഇപ്പം കയറായിരുന്നല്ലോ. കാരണം ഫാസിസ്റ്റ് ഭരണമാണെന്നല്ലേ കോൺഗ്രസ് പറഞ്ഞപ്പോൾ നടക്കുന്നത് അല്ലേ. ഒന്നാമത് ഈ ഫാസിസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻ്റർനാഷണലായിട്ട് തന്നെ വ്യക്തതയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഫാസിസം അതായത് മുതലാളിത്തത്തിൻ്റെ രക്തരൂക്ഷിതമായ മുഖമാണ് ഫാസിസം. ഫാസിസം ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വളരെ വികൃതമായൊരു ഡെവലപ്മെൻറ്റാണ്. ക്യാപിറ്റലിസം തന്നെയാണ് ഫാസിസം. അത് ക്യാപിറ്റലിസം വളർന്ന് ക്യാപിറ്റലിസത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എതിർക്കുന്നവരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിരാശയായവർക്ക് ഈ നിലയിൽ കാരണം ജനാധിപത്യം ഉണ്ടായിരുന്നപ്പോൾ പാർലമെൻറ്റ് ഡെമോക്രസി അത് വെച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ പാർലമെൻറ്റ് ഡെമോക്രസി നശിപ്പിച്ച് എതിർക്കുന്നവരെ മുഴുവൻ ഹിറ്റ് ചെയ്ത പോലെ കൊല്ലാക്കൊല്ല ചെയ്തതാണ്. അറസ്റ്റ് ചെയ്തും ഗ്യാസ് ചേമ്പറിലിട്ടും കൊല്ലുക, ഇതില്ല, എല്ലാവരെയും നിരോധിക്കുക. അങ്ങനെ യാതൊരു എതിർ ശബ്ദവും അനുവദിക്കാത്ത ഒരു വ്യവസ്ഥയ്ക്കാണ് ഫാസിസം എന്ന് പറഞ്ഞത്. ഇന്ത്യ അങ്ങനെയൊന്നും ആയിട്ടില്ല. അങ്ങനെ മോഡി കാണിക്കുന്ന ഒരു ജനാധിപത്യത്തിന് യോജിക്കാത്ത ഒരു കാര്യം ഉടനെ അത് ഫാസിസമാണെന്നല്ല, അത് ജനാധിപത്യവാദികൾ അവലംബിക്കാൻ പാടില്ലാത്തതും ഒരു ഫാസിസ്റ്റ് മണമുള്ളതാണത്. അപ്പം നമ്മൾ തീർത്തങ്ങ് പറയാറായിട്ടില്ലല്ലോ ഇപ്പം, ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും വലിയ ക്രൂരമായൊരു കാലാവസ്ഥ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ ജനാധിപത്യം ഉണ്ടല്ലോ, ഭരണഘടനയ്ക്കൊന്നും ഒരു ഭേദഗതിയും വരുത്തിയിട്ടില്ലല്ലോ. ഭേദഗതി ഒന്നും വരുത്താൻ എളുപ്പമല്ല, കാരണം 3-2 ഭൂരിപക്ഷം ഇല്ലല്ലോ ഇപ്പം. അല്ല 3-2 വേണം, ഇല്ലല്ലോ. ഇപ്പം 5 വർഷത്തേക്കത് പേടിക്കാൻ വേണ്ട. അടുത്ത തവണയും 5 വർഷം കഴിഞ്ഞാലും അതൊന്നും വരില്ല. അതാണ് ജനങ്ങളുടെ ശക്തി. ആ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ശരിക്കും BJP വന്ന ഒരു രാഷ്ട്രീയ അനിവാര്യതയാണോ അതോ എന്താണ് സംഭവിച്ചത്? BJP അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപി കൂടുതൽ വോട്ട് പിടിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. വേറെ വലിയ അർത്ഥമൊന്നുമില്ല. എത്ര 70,000 എത്രയാണ് ഭൂരിപക്ഷം? 60,000. ഇപ്പോൾ അത് കണ്ടല്ലേ അവിടെ ചെന്നിട്ട്. ഡൽഹിക്കകത്ത് ക്യാബിനറ്റ് മന്ത്രിയാക്കി, എല്ലാവരും വിചാരിച്ച ക്യാബിനറ്റ് മന്ത്രിയാക്കുന്നത്. കേരളമല്ലേ, ക്യാബിനറ്റ് മന്ത്രിയാക്കിയില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ BJPയുടെ ഈ നേട്ടം നമ്മൾ ഉദ്ദേശിച്ചത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ BJP ഒരു സീറ്റ് നേടി, BJP സീറ്റ് ഇവിടെ മുഴുവൻ ചർച്ച ചെയ്തായിരുന്നല്ലോ. ആ പ്രാധാന്യം അവിടെ കൊടുത്തില്ലല്ലോ. അവിടെ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായതിന്. കേരളത്തിന് ക്യാബിനറ്റ് മന്ത്രി കൊടുത്തില്ലല്ലോ. അതെന്തുകൊണ്ട്? പ്രത്യേക പദവിയുള്ള മന്ത്രിസ്ഥാനവും കൊടുത്തില്ല. ഒരു സാധാരണ സഹമന്ത്രിസ്ഥാനമല്ലേ കൊടുത്തത്.
ഇതേ സഹമന്ത്രി സ്ഥാനം ഇലക്ഷൻ ജയിക്കാതെ തന്നെ നമ്മൾ കുര്യനും കൊടുത്തില്ലയോ? ഇലക്ഷൻ മത്സരിക്കാതെ അയാൾക്ക് കിട്ടിയതല്ലേ ഇലക്ഷൻ മത്സരിച്ച് കഷ്ടപ്പെട്ട് MP ആയി അദ്ദേഹത്തിനും കിട്ടിയുള്ളൂ. ഒരു സീറ്റും ഇല്ലാത്ത തമിഴ്നാട്ടിനും കൊടുത്തില്ലേ ഇതുപോലെ ഒരു മന്ത്രിസ്ഥാനം? അപ്പം BJP എങ്ങനെ എടുക്കുന്നു ഇതിനെ പറയൂ? എങ്ങനെ എടുക്കുന്നു BJP? ഇതൊക്കെ അവർക്ക് വോട്ട് ചെയ്തവർ ചിന്തിക്കട്ടെ, അവർ ചിന്തിക്കട്ടെ, നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒരു കാര്യം ഇതൊന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് ആത്മാർത്ഥമായിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയത്തിലെ വക്രതകളും ചുഴികളും വലതുപക്ഷ വിക്രികളും ഒക്കെ നടക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, BJPയുടെ വോട്ടുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. 15% അവർക്കുണ്ടല്ലോ. 15% വോട്ട് ഇത്തവണ അവർക്ക് 19 മൊത്തത്തിൽ കേരളത്തിൽ 5% കൂടിയല്ലേ വോട്ട്. അതിന് മേളിൽ കൂടി അവിടെ എവിടെ? അതുകൊണ്ടാണല്ലോ ജയിച്ചത്. അപ്പോൾ അത് വ്യക്തിപരമായുള്ള വോട്ടും കിട്ടി കാണും. അത് കുറേ കാലമായിട്ട് അതിനുവേണ്ടി അവിടെ നിന്ന് പ്രവർത്തിച്ചു ധനസഹായങ്ങൾ നൽകുന്നു, വിവിധ മതവിഭാഗങ്ങളോട് ഇടപെടുന്നു, പള്ളി കൊണ്ടുപോയി വലിയ കൊൻകുരിശ് കൊടുക്കുന്നു. ഇങ്ങനെ ക്രൈസ്തവ സമൂഹത്തേക്ക് ഒന്ന് അനുനയിപ്പിച്ചൊക്കെ കോപ്പറായിട്ട് അങ്ങനെ രാഷ്ട്രീയമല്ലേ ഇത്? അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ സിനിമ സ്റ്റൈലാണ്. പക്ഷേ അത് കോപ്പറായെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരോരോ സ്റ്റൈലല്ലേ. അല്ല, അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷെ ആ ജയത്തിന് ഇവിടെ കൽപ്പിക്കുന്ന മൂല്യം അവിടെ കൽപ്പിച്ചില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വ്യക്തമല്ലേ? പ്രത്യേക പദവിയുള്ള ഒരു സ്റ്റേറ്റ് മന്ത്രിയായിട്ട് കൊടുത്തില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. മോഡിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുമാണല്ലോ ആര്. അതൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ രീതി നമുക്കറിയില്ല. കേരളത്തിൽ BJPക്ക് മുമ്പേ വേരുണ്ട് ഇവിടെ. അവർക്ക് പിന്നെ പേരില്ലേ, എല്ലാ സ്റ്റേറ്റിലും വോട്ടില്ലേ അവർക്ക്. പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രശ്നം നിൽക്കുന്നത് ഇവിടെ CPI കേരളത്തിൽ, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന കോൺഗ്രസും. ഇവരൊരു ചെറിയ ചെടിയായിട്ട് അവിടെ നിന്നില്ലേ, ഒരു കുറ്റിച്ചെടിയായിട്ട് നിന്നല്ലേ ദീർഘകാലം ഇല്ലേ? ഒരു 10,000 വോട്ട് അസംബ്ലിയിൽ, 15,000 വോട്ട്, 25,000 വോട്ട്, 22,000 വോട്ട്, പലതരത്തിൽ വോട്ട് കിട്ടുമ്പോൾ അവന് പേരുണ്ടെന്നല്ലേ. അത് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ഒന്നും കിട്ടാതിരിക്കുന്നില്ലല്ലോ. ഇപ്പോൾ കുറച്ചുകൂടെ കൂടി ഇല്ലേ? ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടെ 3 ലക്ഷത്തിനടുത്ത് കിട്ടി. കഴിഞ്ഞാണ് 1,85,000 കിട്ടിയുള്ളൂ. ഉണ്ടോ? ഇവിടെ വേറുണ്ടല്ലോ. വേരവർക്ക് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലുണ്ട്, അവർക്ക് എല്ലായിടത്തും വേരുണ്ട്. പക്ഷെ തഴച്ചു വളർന്ന് ശാഖോപശാഖ അവൾ വടവൃക്ഷമാകാനുള്ള കാര്യത്തിൽ വിടില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ. അത് ചുമ്മാതെ അടിച്ചേപ്പിച്ചാൽ ആളുകൾ മരിച്ചുണ്ടാക്കിയതാണ്. ചോര ഒഴുക്കും ജീവത്യാഗം ചെയ്തുണ്ടാക്കിയതാണ്. എല്ലാ ജില്ലകളിലും രക്തസാക്ഷികൾ നിൽക്കുകയല്ലേ, കഷ്ടപ്പെട്ടോ. അവരൊന്നും നേടാൻ വേണ്ടി ചെയ്തതല്ല അവർക്ക് വേണ്ടി. അങ്ങനൊരു സ്ഥലമാണ് കേരളം. കായംകുളമല്ല, കേരളം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ പിന്നെ പോരാട്ടങ്ങൾ, പിന്നെ സാമ്പത്തികവും സാംസ്കാരികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ജനങ്ങൾക്ക്. സർവ്വ സമുദായങ്ങൾക്കും ഒരുപോലെ ആശ്രയിക്കാവുന്നൊരു പാർട്ടി. വർഗീയതയില്ല. കേന്ദ്രത്തിൽ ആരധികാരത്തിൽ വന്നാൽ അവരുടെ തെറ്റുകൾക്കെതിരെ പോരാടും. ഇങ്ങനെ ഒരുപാട് വിശിഷ്ട ഗുണങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഇവിടെ ഏതാണ്ട് 3/4 നൂറ്റാണ്ടായി കെട്ടിപ്പടുത്ത്, അതിൻ്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന വലതുപക്ഷ ആശയങ്ങളുടെ ഇതിന് മൂടി വരാത്തത്. ആ ആശയങ്ങളെ ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിയായും ചരിത്രപരമായും പിന്തുടരുന്ന കാലത്തോളം പ്രസ്ഥാനം തലയുയർത്തി തന്നെ നോക്കും. അതിൻ്റെ കാരണം പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് ചെയ്ത ഒരു വിഭാഗം മാറി വോട്ട് ചെയ്തു. ഒരു വ്യക്തിയുടെ കുറേ അധികം ആൾ വോട്ട് ചെയ്തു. ഒരു മൂവ്മെൻ്റായി. അങ്ങനെ വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. എല്ലാ പക്ഷവും വോട്ടിൻ്റെ പാറ്റേൺ നോക്കാലപ്പോഴില്ലേ, മുസ്ലിങ്ങൾ എവിടെ കൂടുതലുണ്ടോ അവിടെയെല്ലാം വേണുഗോപാലിന് ലീഡ്. ഹിന്ദുക്കൾ എവിടെയാണോ ഭൂരിപക്ഷം അതിൽ ഒരുപാട് സ്ഥലത്താണ് ശോഭാ സുരേന്ദ്രൻ ലീഡ് വന്നത്. ക്രിസ്ത്യൻസ് എവിടെയുണ്ടോ നല്ലൊരു വിഭാഗമാണെങ്കിൽ അതും വേണുഗോപാലിന് ലീഡ്. അപ്പം ന്യൂനപക്ഷങ്ങൾ വാസ്റ്റ് മെജോറിറ്റി കോൺഗ്രസ്സിലേക്ക് വോട്ട് ചെയ്തു. ഇപ്പോൾ കായംകുളം തന്നെ എടുക്കുക.
പത്തിയൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി ഇവിടെ ആദ്യം ഉണ്ടായ സ്ഥലമാണ്. ഈ ജില്ലയിൽ തന്നെ ആദ്യം പാർട്ടി ഉണ്ടാകുമ്പോൾ പാർട്ടി ഉണ്ടായ സ്ഥലങ്ങളിലൊന്നാണ് ഈ പത്തിയൂർ, അവിഭക്ത പാർട്ടിയുടെ കാലം മുതൽ. അതൊരു 3 പഞ്ചായത്തിന് കപ്പാസിറ്റി ഉള്ളൊരു 60,000 ജനസംഖ്യ വരെ ഉണ്ടായിരുന്നു അവിടെ. 30,000-30,000 വോട്ടുണ്ടാവും അങ്ങനത്തെ പഞ്ചായത്ത്. CPM തന്നെ 3-4 LC ഉണ്ട് ഒറ്റ പഞ്ചായത്ത്, ആ പഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്തിൽ ഒരു പാർലമെൻ്ററി ഇലക്ഷനിൽ ഒന്നായിരുന്ന പാർട്ടിയുടെ കാലം മുതൽ, പാർട്ടി പങ്കെടുത്ത കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരെ ആർക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. പാർട്ടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് CPM-നായി ആ ഭൂരിപക്ഷം. CPIക്ക് അവിടെ ചെറിയ ശക്തി അവർക്ക് കിട്ടും. ആദ്യമായിട്ടാണ് അവിടെ വലതുപക്ഷമെന്ന് മാത്രമല്ല, അതിൽ എക്സ്ട്രീം വലതുപക്ഷമായിട്ടുള്ള BJP ഭൂരിപക്ഷം നേടി. പാർട്ടിയുടെ അടിസ്ഥാന വർഗം മാറിയെന്ന് അതിൻ്റെ അർത്ഥം. മാറിയത് തൽക്കാലത്തേക്കായിരിക്കും, സ്ഥിരമായി മാറാനുള്ള സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്തേക്കായിരിക്കും. അവർക്ക് അവിടുത്തെ മറ്റ് രാഷ്ട്രീയത്തെ മടുത്ത് കാണും. അത് അവിടുത്തെ പ്രത്യേകതയാണ്. അവിടെ നേതൃത്വം കൊടുത്തവരാ സമാധാനം പറയേണ്ടത്. അവിടെ നേതൃത്വം കൊടുത്തവർ സമാധാനം പറയണം. അല്ലാതെ എല്ലായിടത്തും അതില്ലല്ലോ. അവിടെ അതുണ്ടായി, ചെട്ടുകളങ്ങര ഉണ്ടായി, ഇതാ ഈ പുന്നപ്ര ഈ പഞ്ചായത്തിലുണ്ടായി, പുന്നപ്ര ഈ പഞ്ചായത്തിൽ കേട്ട് കഴിവുണ്ടോ? എന്താ സംഭവിച്ചത് ഇവിടെ? ഇവിടെയൊക്കെ ഉണ്ടായി, നിരവധി പഞ്ചായത്തുകളുണ്ടായി. അത് ചിലപ്പോൾ ജാതിബോധമായിരിക്കും. ജാതിയും മതമൊക്കെ ഉള്ളൊരു സമൂഹത്തെ ജാതിയും മതമൊക്കെ അതിനെല്ലാം അതിജീവിച്ച് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രമായും വോട്ട് ചെയ്യിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അല്ലേ? ജാതിയും മതമൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികളെ ജാതി മതം നോക്കി പണ്ട് വോട്ട് ചെയ്യാറില്ലല്ലോ ആരും. ഉണ്ടോ? സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ മാത്രം പെട്ട ആളല്ലേ, ജനിച്ചു പോയില്ലേ. ആ ജാതിയ മതം ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിലും ജനിച്ചത് അങ്ങനെയാണ്, നമ്മുടെ വ്യവസ്ഥ ഏതാണ്. പക്ഷേ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അതിന് വ്യത്യാസം വരുന്നത് എങ്ങനെ ഇവിടെ? അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു, ആരാണ്, എങ്ങനെയാണ്, അതാ പരിശോധിക്കേണ്ടത്. ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു മഹാരോഗമാണ്. ആ രോഗത്തിനുള്ള സിദ്ധൌഷധവും മാർക്സിസത്തിൽ തന്നെ ഉണ്ട്. അത് അപ്ലൈ ചെയ്യണം. വ്യക്തിവൈരാഗ്യം കൊണ്ടോ ആരെങ്കിലും തോളിച്ചാരിയാലോ ഒരു കാര്യമില്ലത്. ഒരാൾ ചെയ്യുന്നതല്ല. പക്ഷേ നേതൃത്വം വഹിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനൊരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് തിരുത്തേണ്ടതായിരുന്നു. ഉണ്ടായിരിക്കുമല്ലോ, ഉടൻ തന്നെ ഉണ്ടാവത്തില്ലല്ലോ. ഇതൊരുള്ള സ്ഥിതിയാണ്. തിരുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ആലപ്പുഴയായുണ്ട്. അല്ല, പരാജയം എല്ലായിടത്തും. തരംഗമൊന്നും വേണേൽ പറയാതിരിക്കാം. അവർ 19 സീറ്റ് അവർ ജയിച്ചില്ലേ, 18 സീറ്റിൽ. അപ്പോൾ തരംഗമൊന്നും വേണേ, ഇതതിൻ്റെ തരംഗം അതല്ലാണ്ട് തരംഗമെന്ന് പറയുന്നത് ഒരേ പ്രസ്ഥാനം അങ്ങ് ജയിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, തരംഗം ഇങ്ങനെ ഇലക്ഷൻ കാലത്തൊന്നും വീഴ്ച അടിച്ചിരുന്നില്ല, ഒന്നും ആരും കണ്ടില്ല. ജയിച്ചു കഴിയുമ്പോൾ പറയുന്നതാണിത്. എന്തായാലും വലതുപക്ഷവൽക്കരണമാണല്ലോ നടന്നിരിക്കുന്നത്. മുമ്പ് കഴിഞ്ഞ വർഷം നടന്നല്ലോ. കഴിഞ്ഞ വർഷം ആലപ്പുഴ ഒഴിച്ചെല്ലാം ജയിച്ചല്ലേ. അന്ന് ആലപ്പുഴ ഞങ്ങൾ ജയിപ്പിച്ചു. എന്ത് ഇവിടെ ആ ഫാക്ടറൊന്നും ആലപ്പുഴ ജയിച്ചില്ലല്ലോ. ഞങ്ങൾ ജയിച്ചല്ലോ. അത് ആ ഫാക്ടറിയോടെ പോയി. ഇവിടെ ജനങ്ങൾ ഭൂരിപക്ഷം ഈശ്വരവിശ്വാസികളല്ലേ. അതൊന്നുമല്ല, ശബരിമല ഫാക്ടറി ഉണ്ടായിരിക്കും ചിലയിടത്ത്. പക്ഷെ അത് മാത്രമല്ല, അപ്പോഴും ആലപ്പുഴ ജയിച്ചല്ലോ. ആലപ്പുഴ ജയിച്ചെങ്കിലും വലിയ അഭിനന്ദനം കൊണ്ടൊന്നും ഞങ്ങൾക്കാരും നിന്നില്ല. നല്ലൊരു കാര്യമാണെന്നൊന്നും ഞങ്ങളോടാരും പറഞ്ഞില്ല. ആലപ്പുഴ ജയിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, KK ശൈലജ മാത്രമാണോ തോറ്റത്? KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. പത്രക്കാർ KK ശൈലജ എവിടെ ചെന്ന് നിന്നാലും ജയിക്കും. ഇപ്പോൾ ജയിച്ചില്ലല്ലോ. മുമ്പ് KK ശൈലജ അസംബ്ലി തോറ്റല്ലോ, അറിയാം. ആദ്യമൊക്കെ MLA ആയി, രണ്ടാമത് തോറ്റു, പിന്നെ ജയിച്ചു വന്നു, 2 തവണ MLA. ഒരു തവണ നമ്മളോട് മിനിസ്റ്ററായിരുന്നു. അവർ നല്ല അസംബ്ലിയിലെ ബെസ്റ്റ് മെമ്പറായിരുന്നു അവർ. ഞാൻ BS ഗവൺമെൻറ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അവർ MLA ആണ്. ഏറ്റവും നല്ല MLA ആയിരുന്നു. അതിഗംഭീരമായ പ്രസംഗമാണ് അവരുടെ അസംബ്ലിയിൽ, വളരെ ആകർഷകം. ആരോഗ്യമന്ത്രിയായിരുന്നു. ആ വകുപ്പിൽ അവർ പ്രവർത്തിച്ചു. അവർ പേരെടുത്ത ഒരു മന്ത്രിയായിരുന്നു. എവിടെ ചെന്ന് നിന്നാലും ജയിക്കുമെന്നാലും പറഞ്ഞു.
അതൊക്കെ ഈ പത്രക്കാരുണ്ടാക്കുന്ന ഒരു ഇതാണ് ഓരോരുത്തർക്ക്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അവർക്ക് ദോഷം ഉണ്ടാകുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, പത്രക്കാരുടെ കൈ വീണാൽ പോയി. പത്രക്കാരിങ്ങനെ പലതും പറയും. ഞാനിപ്പോൾ PS ഗവൺമെൻറ്റിൽ സഹകരണം, ദേവസ്വം, 3 വകുപ്പ് കൈകാര്യം ചെയ്തല്ലോ. ഇന്നും ആ രംഗത്ത് ബെനിഫിറ്റ് കിട്ടിയവരെന്നെ ഓർക്കുന്നുണ്ട്, എന്നെ കാണുമ്പോൾ പറയും. ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൽ PWDയും രജിസ്ട്രേഷനും അല്ലായിരുന്നു, റെയിൽവേയുടെ ചുമതല. ഈ റോഡുകളെല്ലാം നോക്കണം. ഇവിടെ അമ്പലപ്പുഴ ആലപ്പുഴ മാത്രമാണോ, കേരളത്തിൽ എവിടെയും നിങ്ങൾ വയ്ക്കുമോ? റോഡുകളൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? 500ഓളം പാലങ്ങളല്ലേ അന്ന് ഡിസൈൻ ചെയ്തത്. 100 ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനിയും കിടക്കുകയാണ്. പണിയുന്നതെല്ലാം എന്നുള്ള പുതിയ ഒരെണ്ണം പോലുമില്ല. പണിയുന്ന മുഴുവൻ പാലങ്ങളും എന്നുള്ളത് 100 കോടിയുടെ പാലം വരുമ്പോഴും തീരാൻ പോണതേ ഉള്ളൂ, തീർന്നിട്ടില്ല. അങ്ങനെ നിരവധി പാലങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 300ഓളം എണ്ണം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് കാലത്ത് 500 പാലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്? 50 വർഷം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടില്ല. ഇതെങ്ങനെ നടന്നു? ഏതെങ്കിലും പത്രക്കാരൻ അന്വേഷിച്ചോ? എങ്ങനെ നടന്നു ഇത്? ഞാൻ എഞ്ചിനീയറൊന്നുമല്ല, ഞാൻ സാഹിത്യമാണ് പഠിച്ചത്. MA വരെ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു, പിന്നെ മലയാളം. അതൊരു ഭരണമായിരുന്നു. ഞങ്ങൾ കുറേയധികം പേരുണ്ട്, എൻ്റെ ഒപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ റോഡും പാലമെല്ലാം കണ്ടല്ലേ ജനം വോട്ട് ചെയ്തത്. 2020 കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് മുഴുവൻ വീണത് ഈ അടിസ്ഥാന വികസനത്തിനും മൊത്തത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യമെല്ലാം വന്ന പൊതുമാറ്റം. പക്ഷെ എന്നാലും ജനങ്ങൾ കാണുന്നത് ഈ അടിസ്ഥാന വികസനമല്ല, റോഡും പാലമല്ലേ പെട്ടെന്ന് കാണുന്നത്. മറ്റേ സ്കൂളും ആരോഗ്യം എല്ലാം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയല്ല. എല്ലാ വകുപ്പും, കൃഷി വകുപ്പ് നന്നായിരുന്നല്ലേ? ഏത് വകുപ്പ് മോശമായിരുന്നു? സിവിൽ സപ്ലൈസ് ഒരു വകുപ്പ് മോശമില്ലായിരുന്നു. ധനകാര്യ വകുപ്പ് നന്നായില്ല. ധനകാര്യ വകുപ്പൊക്കെ അയാൾ നന്നായിട്ട് നോക്കിയില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ പേരിലാണ് ഈ സർക്കാർ വന്നതെന്ന്. അത് പാർട്ടി അംഗീകരിച്ചതാണ് അല്ലേ? അപ്പം ആ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് MLA-മാർ സംസാരിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റുകാരുടെ നേട്ടങ്ങൾ പ്രസംഗത്തിൽ 5 മിനിറ്റ് പറയണ്ടേ? ആരെങ്കിലും പറയുന്നുണ്ട്? ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. അത് നിർത്തിയതോടുകൂടി ചരിത്രം പോയി. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ആരിഫ് ഇവിടെ ജയിച്ചപ്പോൾ ഈ ബൈപ്പാസ് പണിഞ്ഞ് പൂർത്തിയാവായി കിടക്കുക. ബൈപ്പാസില്ലേ പണിഞ്ഞ് പൂർത്തിയാവുന്ന സമയമാണ് ഓട്ടത്തില കിട്ടിയതവിടെ. ഈ വികസനം മുഴുവൻ നടന്നു. അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ബൈപ്പാസ് ആയതിനൊക്കെ ആരിഫിൻ്റെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. ആരിഫ് പണിഞ്ഞെന്നല്ല, കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് PWD പണിഞ്ഞത്, ഞാനാണ് പണിഞ്ഞത്. 50% പൈസയുള്ള അവിടെ. അവർക്ക് വേറെ ഒരു കാര്യം 50% പൈസ തന്നു. വേറെ കേന്ദ്രത്തിൻ്റെ ഒരു കാര്യമില്ല. ഇവിടെ ഒരു ഗഡ്ഗർ, അതായത് റെയിൽവേയുടേത്, അതവർ മാറ്റിയില്ല. അവസാനം 7 കോടി രൂപ ഞാൻ കെട്ടിവെച്ചിട്ടാണ് PWD കെട്ടിവെച്ചിട്ടാണ് മാറ്റി തന്നത്. കേന്ദ്രം വഴങ്ങിയില്ല, ഒക്കെ ഫൈറ്റ് ചെയ്തു. ഞാൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ആരിഫിന് കിട്ടി. കാരണം ഞങ്ങൾ ആരിഫിൻ്റെ സഹായം ഉയർത്തി പറയും. മനസ്സിലായില്ലേ? അതാണ് പറയേണ്ടിടത്തോളം പറയണം. അങ്ങനെ ചരിത്രത്തെ മുൻനിർത്തി വേണം സംസാരിക്കാൻ. അപ്പോൾ ഞാനൊരു വികസനത്തെ പറ്റി സംസാരിക്കുമ്പോൾ EMSൻ്റെ 57 മുതൽ പ്രസംഗിക്കും. കാരണം ഈ AC റോഡ് പണിഞ്ഞത് EMS-ആണ്. അതിന് മുമ്പ് AC റോഡില്ല. അത് പ്രസംഗിക്കും. എത്ര പേർക്കറിയാം? ആർക്കറിയാം? കൂട്ടനാട്ടിൽ EMS-ആണ് AC റോഡ് പണിഞ്ഞത്. അറിയാമോ? ആദ്യത്തെ പാലങ്ങളൊക്കെ പണിഞ്ഞ EMS-ൻ്റെ കാലത്താണ്. ഇപ്പം നമ്മൾ 1000 കോടി കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് 1000 കോടി രൂപ മുടക്കാണ് AC റോഡ് ഉയർത്തുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് PWD വകുപ്പാണ് പൈസ കൊടുത്തിരുന്നത്. അതിന് നിർമ്മാണ ഉദ്ഘാടനം പിണറായിയെ കൊണ്ട് നടത്തും. ഞാൻ അധ്യക്ഷനായിരുന്നു. ആ റോഡാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ തിരുവിതാംകൂർ റോഡ് 171 കോടി രൂപ മുടക്കി കിബിയിലെ 2017 ആദ്യത്തെ റോഡ് PWD പണിഞ്ഞത്. ഇവിടെ സ്പിന്നിങ് മില്ലേ EMS-ൻ്റെ കാലത്ത് ബിർളയെ കൊണ്ട് ജയിച്ചതല്ലേ. KSTP ഇതുപോലുള്ള ഫാക്ടറി സ്ഥാപനങ്ങൾ. അങ്ങനെ ചരിത്രപരമായ പഴയ കാര്യമൊക്കെ പറയും. പിരിച്ച ഭൂമി എല്ലാവർക്കും കൊടുത്തത്, അങ്ങനെ പാവപ്പെട്ടവന് ഭൂമി കിട്ടിയത്, കുടികിടപ്പ് കൊടുത്തത്. ഇതെല്ലാം പറഞ്ഞാണ് ഇന്നിപ്പോൾ പരിഷ്കാരത്തിനൊന്നും വലിയ പ്രസക്തിയിലാണ്. ഭൂമിയെല്ലാം ഇതിലേക്ക് ഇനി അടിസ്ഥാന വികസനം ഇതാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വികസനത്തിൻ്റെ ഒരു സ്ട്രാറ്റ തന്നെ കെട്ടിപ്പോകും. ആർക്കും തൊടാനൊക്കെ തന്നെ ഓട് കേടുകയോ. ഇത്രയും വികസന പ്രവർത്തനം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായി, രണ്ടാം പിണറായി സർക്കാർ പൂർത്തീകരിക്കാറായി. സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? എനിക്കറിയില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഭരണത്തെപ്പറ്റി വിമർശനങ്ങളൊക്കെ ധാരാളമുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരമായി തലയടിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കതൊരു വാചകമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും
അതുകൊണ്ട് പത്രക്കാർ മൊത്തം എഴുതല്ലേ. പിണറായി വിജയൻ ആരെങ്കിലും അല്ല പ്രസ്ഥാനത്തെയും ഗവൺമെൻറ്റിനെയും എതിർക്കുന്നവരും അനുകൂലിക്കുന്ന ചിലരും പറയുന്നുണ്ട്. പിണറായി വിജയന്റെ മാത്രം തലയ്ക്ക് വരുന്നത് പിണറായി വിജയൻ്റെ മാത്രം തലയ്ക്ക് അങ്ങനെ അവർക്ക് എന്ത് കാര്യമായാലും അങ്ങനെയൊന്നും ആരും വെച്ചിട്ടില്ല, അങ്ങനെ വെക്കാനൊക്കില്ല. പിണറായി വിജയനെ മാത്രമായിട്ട് അങ്ങനെ കരുതേണ്ട കാര്യം എന്താ? ഒരാൾ വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ജനങ്ങളെ മുഴുവൻ അടക്കി നിർത്താൻ പറ്റും? അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ മുഖ്യമന്ത്രിമാർ ഒരുപാട് പേരുണ്ടായില്ലേ. എൻ്റെ അവസാനത്തിലാണല്ലേ പിണറായി വിജയൻ, നായനാരുണ്ടായില്ലേ, പിണറായി വിജയൻ്റെ നേതാവല്ലേ, VS പിണറായി സാഹിബിൻ്റെ നേതാവല്ലേ, അച്യുതമേനോൻ, PK വാസുദേവൻ നായർ, കരുണാകരൻ, പിന്നെ ആരൊക്കെയാണ്, പട്ടംതാണുള്ള CH മുഹമ്മദ് കോയ. അല്ല, ഇവരെല്ലാം ഇവിടെ മുഖ്യമന്ത്രിമാരായി. ഇനി ആരൊക്കെ ഉണ്ട്? കരുണാകരൻ പറഞ്ഞില്ലേ, ഉണ്ട്. ആൻ്റണി, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായവരല്ലേ. പിണറായി സാഹിബ് അവസാനം മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തെ മാത്രം എന്തിനാണ് അങ്ങനെ പറയുന്നത്? വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, വരണ്ടെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാലെന്താ? പേടിച്ച് പറയത്തില്ല. ആരെ പേടിച്ചാൽ? എന്തിനു പേടിക്കണം? എന്തിനാ പേടിക്കുന്നത്? ജനാധിപത്യം എന്ത് പേടി? ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിക്കണം. സ്വാർത്ഥന്മാരാണ് പേടിച്ച് പറയത്തില്ല എന്ന് പറയുന്നത്. അവർക്കെന്താ കാര്യം സാധിക്കാനുണ്ട്? ഇവരൊന്നും ഒരു ബഹുമാനം എനിക്കില്ല. വിമർശിക്കുന്നവരെക്കാൾ പുച്ഛിക്കുന്നത് പേടിച്ച് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്നവർ, അവരാണ് കള്ളന്മാർ. അങ്ങനെ കള്ളം പറയുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണം കൂടി. ഞാൻ പേടിച്ച് പറയുന്നില്ല. പേടിച്ചല്ല, കാര്യസാധ്യത്തിനാണ്. മനസ്സിലായില്ലേ? ജനാധിപത്യത്തിൽ ഏതൊരു കാര്യം സത്യമായിട്ട് പറയാം. വിശേഷിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണമുള്ളതാണ് പറയണം. കാരണം പ്രസ്ഥാനം എല്ലാത്തിനും മുകളിലല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രവർത്തകർ വളർന്നു വരണം. അതിന് കുറച്ച് കുറവുണ്ടായിട്ടില്ലേ? അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, എങ്ങനെ ഈ LC എങ്ങനെ ഇല്ലാതാവുന്നത്? ഞങ്ങളുടെ ഈ പ്രദേശത്ത് എങ്ങനെ ഭൂരിപക്ഷം ഇല്ലാതാവും? പറ. അപ്പം അതൊക്കെ പരിശോധിക്കണം. പാർട്ടിയുടെ രേഖ തന്നെ പറയുന്നുണ്ട്, വോട്ട് പിടിക്കാൻ പോകുന്നത് ആ വീട്ടിലെ വോട്ട് കിട്ടുന്നവർ മാത്രമേ അവിടെ പോകാവുള്ളൂ. അങ്ങനെയാണോ പോകുന്നത്? ഇപ്പം ആ വീട്ടിൽ ചെന്നാൽ അവർ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ പോകാവൂ. ഇപ്പം അങ്ങനെയാണോ പോകുന്നത്? ഇപ്പം അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പം ഇതൊക്കെ പരിശോധിക്കണം. ഇതെല്ലാം പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ പറഞ്ഞത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷനിൽ മുമ്പും പോയിട്ടുണ്ട് സീറ്റ്. 977 അസംബ്ലി ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയെ ഒറ്റ സീറ്റും ജയിച്ചില്ല. അറിയാമോ? അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഒറ്റ സീറ്റ് ജില്ല ജയിച്ചില്ല. അന്ന് 14 സീറ്റുണ്ട്. കാരണം പത്തനംതിട്ട ജില്ല ആയില്ലെന്ന്. തിരുവല്ല താലൂക്ക് ഇങ്ങോട്ടായിരുന്നു. 3 സീറ്റ് അവിടെ കിടപ്പുണ്ട്. അന്ന് പന്തളമൊക്കെ ഇവിടെയായിരുന്നു. അന്നത്തെ പന്തളമില്ല. ഇന്നത്തെ 12 സീറ്റ്, തിരുവല്ല സീറ്റ്, കല്ലൂപ്പാലൊക്കെ ഇവിടെയായിരുന്നു. ആറുമുളയൊക്കെ ഇവിടെയായിരുന്നു. ആ 14 0 ആയിരുന്നു ഞങ്ങൾക്ക്. പാലക്കാട് ജില്ലയും 0 ആയിരുന്നു 77. പാർലമെൻറ്റിൽ ഇവിടുത്തെ എല്ലാ സീറ്റും, മാവേലിക്കരയും സീറ്റും ഇവിടെ ബാലൻസ് ആവാതെ പറ്റുന്നത്. അത് കഴിഞ്ഞെല്ലാം പിടിച്ച് കയറിപ്പോൾ ഞങ്ങൾ 9-8 സീറ്റുണ്ട് ഇവിടെ LDFന്. 9-8. കഴിഞ്ഞ തവണ MP ഉണ്ടായിരുന്നു ഇവിടെ. അവരിപ്പോൾ സുജാത അവിടെ ജയിച്ചു മാവേലിക്കര. അപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട്, ഇനിയും മാറും. അതിന് നല്ലപോലെ ചരിത്രപരമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് ജനഹൃദയത്തിൽ കിടക്കേണ്ടത്, അതിന് പറ്റിയ പ്രവർത്തകരെ വാർത്തെടുത്ത് ആർക്കെങ്കിലും അപാകതയുണ്ട് അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരുത്തിച്ചൊക്കെ പോയാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ സംഘടനാപരമായി ഒന്നുമില്ല. ഞാൻ പാർട്ടി മെമ്പർ മാത്രമാണ്. ഞാനിപ്പോൾ 64 വർഷമായി പാർട്ടി മെമ്പറാണ്. വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതാണ്. മനസ്സിലായില്ലേ? പിന്നെ പാർലമെൻറ്റ് സ്ഥാനങ്ങൾ, പക്ഷേ പാർട്ടി മെമ്പറാണ്. ഞാൻ 60-70ഓളം യോഗങ്ങൾ പ്രസംഗിക്കാൻ പോയി. അമ്പലപ്പുഴയും കായംകുളം ഒഴിച്ച് അവിടെ പോയില്ല. ബാക്കി എല്ലായിടത്തും പോയി ക്യാമ്പയിൻ നടത്തി. അധികം ക്യാമ്പയിനൊന്നും അതുപോലെ നടന്നിരുത്തമാണ്. വേറെ അധികം പേരങ്ങനെ ക്യാമ്പയിൻ പോലെ പ്രസംഗിച്ച് ഞാൻ കണ്ടില്ല. അങ്ങനെയൊക്കെ അത് രണ്ടിടത്തും ഞാൻ പോയില്ല. ബാക്കി എല്ലായിടത്തും പോയി. ബാക്കി 5 7 സീറ്റല്ലേ. ആ പള്ളിയെ പോലെ അരുവ അടുത്ത് പ്രസംഗിക്കാനൊന്നും പോയില്ല. പ്രസംഗിക്കാൻ ഈ പരിപാടിയൊന്നും വെച്ചില്ലല്ലോ അവിടെ. പ്രത്യേകിച്ച് പരിപാടി അവിടെ വെച്ചാൽ അവിടെ ഞാൻ പോയില്ല. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.